എല്ലാവർക്കും വീണ്ടും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. അവസാനമായിട്ട് ഒരു 7 വർഷം കൂടി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നിനി നമ്മൾ ചിന്തിക്കുന്നത്, നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ 6 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് 70 ആഴ്ചവട്ടത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. 6 കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഈ 70 ആഴ്ചവട്ടം കൂടി ആകണം. അവിടെ ലിസ്റ്റ് ചെയ്ത് പറയുന്ന 1, അതിക്രമത്തെ തടസ്സം ചെയ്യുക. പീപ്പിൾ, ട്രാൻസ്ഗ്രിഷൻസ് ഓഫ് യുവർ പീപ്പിൾ. അതിക്രമത്തെ തടസ്സം ചെയ്യുക. ആരുടെ അതിക്രമത്തെയാണ് തടസ്സം ചെയ്യേണ്ടത്? കാരണം ഇസ്രയേലിനും യെരുശലേമിനും എതിരായിട്ടാണ് അതിക്രമം. യെരുശലേം AD 7 നശിപ്പിക്കേണ്ട ശേഷം ഇന്ന് വരെ അതവിടെ പണിയാൻ ചിലർ അനുവദിക്കുന്നില്ല. അവിടെ ശലോമോൻ്റെ ദേവാലയം ഇരുന്നതാണെന്നും സെരുബാബേലിൻ്റെ ദേവാലയം ഇരുന്നതാണെന്നും റോമൻ രാജാവായ ഹെരോദാവ് അവിടെ ദേവാലയം പണിത് അവരെ റിപ്പയർ ചെയ്ത് കൊടുത്തതാണെന്നും ഇതെല്ലാം ലോക ചരിത്രത്തിലുള്ള സംഭവമാണെങ്കിലും അവിടെ ഇപ്പോൾ ഈ ദേവാലയം പണിയാൻ അനുവാദം കൊടുക്കുന്നില്ല. ഈ രാജ്യം AD 70 മുൻപ് ഇവരുടെ രാജ്യമായിരുന്നെന്നുള്ളതും അവിടെ റോമൻസ് അധിനിവേശം നടത്തിയെന്നും അതിനുശേഷം 1948 രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ് ഇംഗ്ലണ്ട് ഈ സ്ഥലം ഇസ്രയേലിന് കൊടുക്കുന്നത്. അപ്പോഴും അവിടെ കുറച്ച് സ്ഥലമേ ഉള്ളായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ കയ്യിൽ. ബാക്കി സ്ഥലങ്ങളെല്ലാം, ആ സ്ഥലങ്ങൾ മോസ്റ്റ്ലി ഈ യഹൂദന്മാർ പണം കൊടുത്ത് നമ്മൾ തീറാധാരം എഴുതി മേടിച്ച കുറേ സ്ഥലങ്ങളും കൂടെ ചേർത്താണ് ഇന്നത്തെ ഇസ്രയേല് യഹൂദന്മാർക്ക് കിട്ടിയിരിക്കുന്നത്. അന്ന് പണം കൊടുത്ത് മേടിച്ച് ഡീഡുള്ള അല്ലെങ്കിൽ ആധാരമുള്ള സ്ഥലങ്ങളാണ് ഞങ്ങൾക്ക് തിരിച്ചു വേണമെന്ന്, അതും അവിടേക്ക് കപ്തേരിൽ നിന്ന് വന്ന ജാതികൾ അവകാശപ്പെടുന്നത്. എന്തൊരു വിരോധാഭാസവും എന്തൊരു പ്രശ്നങ്ങളുമാണ് ഈ ലോകത്തിൽ ഉണ്ടാകുന്നെന്ന് പറ. നീതിയും സത്യവും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കല്ലേ പോകുന്നു. ഏതായാലും അതിക്രമത്തെ തടസ്സം ചെയ്യണം. ആർക്കെതിരായിട്ട് അതിക്രമം? ഇസ്രയേലിനെതിരായ അതിക്രമം. അത് തുടങ്ങിയിട്ട് എത്ര കാലമായി? മോശെ ഹോരോബിലേക്ക് വിളിക്കുമ്പോൾ അവിടെ ഒരു മുൾപ്പടർപ്പ് കത്തുന്നതായി കാണുന്നുണ്ട്. എന്നാൽ ആ മുൾപ്പടർപ്പ് വെന്തു പോകുന്നില്ലെന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ആ മുൾപ്പടർപ്പായിരുന്നു ഇസ്രയേല്. ദൈവം മോശയോട് തന്നെ കാണിച്ചു കൊടുത്തു, എൻ്റെ ജനമായി ഞാൻ തിരഞ്ഞെടുത്ത ഈ ഇസ്രയേലിന് അവരുടെ ജീവിതകാലം മുഴുവൻ കഷ്ടങ്ങളും യുദ്ധങ്ങളും പ്രയാസങ്ങളായിരിക്കും. അവസാനത്തോടൊരു മഹായുദ്ധമുണ്ടാകും. അതാണ് ദി തേർഡ് വേൾഡ് വാർ. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ രാജാവായി വന്ന് രാജ്യം സ്ഥാപിച്ചു തരും. ഇതാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിക്രമത്തെ തടസ്സം ചെയ്യണമെങ്കിലും ഈ 70 ആഴ്ചവട്ടം കഴിയണം. 2, പാപത്തെ മുദ്രയിടണം. പാപത്തെ മുദ്രയിടണമെങ്കിൽ നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിലാണ് സാത്താനെ മുദ്രയിടുന്നത് അല്ലെങ്കിൽ ബന്ധിക്കുന്നത്, ചങ്ങലക്കിടുന്നെന്ന് അവിടെ പറയുന്നത്. 1000 ആണ്ടേക്ക് ചങ്ങലക്കിടുന്നു. 1000 ആണ്ട് കഴിഞ്ഞ് സാത്താനെ അഴിച്ചുവിടുന്നു. പാപം വിടുന്നു പോകണമെങ്കിൽ സാത്താൻ ബന്ധിക്കപ്പെടണം. വെളിപ്പാട് പുസ്തകം 20:1-4 വായിക്കുമ്പോൾ അറിയാം. പിന്നെ 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോഴാണ് സാത്താനെ പിന്നെ ഒന്ന് തുറന്നു വിടുന്നത്. അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തണം. എന്താണ് അകൃത്യം? കാരണം യേശുക്രിസ്തു രക്ഷിതാവായി ഭൂമിയിലേക്ക് ദൈവപുത്രനായിട്ട് വന്നു. അങ്ങനെ അത് തൗറാത്തിലെല്ലാം പ്രവചനമുള്ള കാര്യങ്ങളാണ്. വിശുദ്ധ മറിയം റൂഹായാൽ ഗർഭിണിയായെന്നും ഒരു കൂട്ടർ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിലാലാണ് വിശുദ്ധ മറിയം ഗർഭിണിയായെന്ന് ബൈബിൾ പറയുന്നു. ക്രിസ്ത്യാനികളെല്ലാം അതാണ് വിശ്വസിക്കുന്നത്. എന്തായാലും വിശുദ്ധ റൂഹ എന്ന് പറയുന്നതും പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നതും പരിശുദ്ധാത്മാവ്. അങ്ങനെ ഒരു കുഞ്ഞാണ് യേശുക്രിസ്തുവായിട്ട് ഇവിടെ ജനിച്ചു വരുന്നത്. എന്നാൽ അത് കഴിഞ്ഞാൽ യേശു 33.5 വർഷം ഇവിടെ ജീവിച്ച് മാനവജാതിയുടെ പാപങ്ങൾക്ക് പരിഹാരമായി ബലിയായിട്ട് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി എന്ന് നമ്മൾ സുവിശേഷങ്ങളിലും ബൈബിളിൽ കൂടി മനസ്സിലാക്കുന്നു. തൗറാത്തിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിലെല്ലാം അതിൻ്റെ പ്രവചനങ്ങളുണ്ട്. ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുളയായവനെ ഞാൻ എഴുന്നേൽപ്പിക്കും, അദ്ദേഹം ഇസ്രയേലിന് രാജാവായിരിക്കും എന്നൊക്കെ ഉള്ള പ്രവചനങ്ങൾ നിരവധിയാണ് ബൈബിളിൽ കിടക്കുന്നത്. അവരെ അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യണം. സക്കറിയ പ്രവചനം 12:10 വരുമ്പോൾ ഈ ആന്റി ക്രൈസ്റ്റ് വരുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഇത് മശിഹയാണെന്ന. എന്നാൽ ആന്റി ക്രൈസ്റ്റ് 3.5 വർഷം കഴിഞ്ഞ് തൻ്റെ പ്രതിമ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രതിമയും അവൻ ജനത്തിൻ്റെ മേലുള്ള മുദ്രയും ഒക്കെ വെച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഞങ്ങൾ അബദ്ധത്തിൽ ചാടിയല്ലോ. അങ്ങനെ അവർ ക്രൂശിക്കാൻ കൂട്ടുനിന്ന അവർ യേശുക്രിസ്തുവിലേക്ക് തിരിയും. അവർ അബദ്ധം ഏറ്റുപറയും, കുത്തിവെങ്കിലേക്ക് തിരിയുമെന്നാണ് സക്കറിയ പ്രവചനം 12:10 നമ്മൾ വായിക്കും. അവർക്ക് അബദ്ധം പറ്റിപ്പോയെന്ന് ദാനിയേൽ പ്രാർത്ഥിക്കുന്നവർ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരോട് ക്ഷമിച്ച്
ദാനിയേൽ ഒരു രാജ്യം ഒരു ദിവസം കൊണ്ട് ജനിക്കുമോ എന്നുള്ള വചനം ഇവിടെ നിവൃത്തിയാകുകയാണ്. അവരെല്ലാവരും മടങ്ങി വരുന്ന കർത്താവിലേക്ക്. പിന്നെയാണ് നാലാമത്തെ ഭാഗം വരുന്നത്, നിത്യനീതി വരണം. ഇവിടെ നിത്യനീതി വരണമെങ്കിൽ ഇവിടെ യേശുക്രിസ്തുവിൻ്റെ ഭരണം വരണം, സാത്താനെ ബന്ധിക്കണം. അപ്പോഴാണ് ഇവിടെ നിത്യനീതി വരുന്നത്. അത് കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് സാത്താനെ വീണ്ടും അഴിച്ചു വിടുന്നെന്നാൽ അവിടെ ഒരു യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നു സാത്താൻ. അപ്പോൾ വീണ്ടും ദൈവം തൻ്റെ വായിലെ ശ്വാസത്താൽ അവനെ ഒടുക്കിക്കളയുമെന്ന് എസെക്കിയേൽ പ്രവചനത്തിലും വെളിപ്പാട് പുസ്തകത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. ഇത് കഴിയുമ്പോഴാണ് ദർശനവും പ്രവചനവും മുദ്രയിടുക എന്നുള്ള സബ്ജക്റ്റ് വരുന്നത്. ടു സീൽ ഓഫ് വിഷൻ ആൻഡ് പ്രൊഫസി, ദർശനവും പ്രവചനവും മുദ്രയിടുക. 4 സബ്ജക്റ്റുകൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി 5ാമത്തെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇത് അല്പം തർക്കമുള്ള വിഷയങ്ങളാണ്. ഏതാണ്ട് ലോകത്തിലെ 45,000 ക്രിസ്ത്യൻ ഡിനോമിനേഷൻ ഉണ്ടെന്നാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻ്റർനെറ്റിൽ ഇപ്പോൾ അതിലെടുത്താൽ ഏതാണ്ട് 45,000-ഓളം ഡിനോമിനേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ലോകത്തിലെ വലിയൊരു പവറാകുന്ന ക്രിസ്തീയ ഫീൽഡ് അല്ലെ ക്രിസ്ത്യാനിറ്റി, ക്രിസ്ത്യൻസ് ഏതാണ്ട് 45,000 ഗ്രൂപ്പായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അല്ല, അതിലെ മെയിൻ പ്രധാന സഭകളാണ് റോമൻ കാത്തോലിക്ക സഭ, ഓർത്തഡോക്സ് വിഭാഗം. കേരളത്തിലാണെങ്കിൽ അതിൻ്റെ ഒരു ഉപവിഭാഗമുണ്ട്, പാത്രിയാക്കീസ്. അതിന് മറ്റുള്ള രാജ്യങ്ങളിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൂടാതെ പിന്നെ മെയിനായിട്ടുള്ളതാണ് പെന്തക്കോസ്തൽ, ബ്രദറൻ, ചർച്ച് ഓഫ് ക്രൈസ്റ്റ്, മാർത്തോമ. അതൊക്കെ നമുക്കൊന്ന് ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ കുറേ കൂടുതലായിട്ടുള്ളൂ. CSI ഫീൽഡിലുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഏകദേശം ചുരുക്കി പറയട്ടെ 45,000 ഗ്രൂപ്പുകളാണ് ഉള്ളത്. ഇപ്പം ഈ 45,000 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഈ 45,000 ഗ്രൂപ്പിനും വ്യത്യസ്തമായ നിലപാടുകളും ആശയങ്ങളും വിശ്വാസവും ഉണ്ടായിരിക്കുമല്ലോ. ഇനിയും പോട്ടെ, ഒരു പ്രധാനപ്പെട്ട ഒരു 10-15 ഗ്രൂപ്പിനെ എടുത്താലും അവരുടെ തന്നെ ഈ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉണ്ടല്ലോ. അവരുടെ നേതാക്കന്മാരോട് നമ്മൾ ചോദിക്കുക, അല്ലെ അവിടെ സ്കോളേഴ്സിനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വിശ്വാസം എന്താ? യഹോവ സാക്ഷിക്കാർ, അങ്ങനെ പലരും ഉണ്ടല്ലോ, ശാബത്, 7th ഡേക്കാർ. പക്ഷേ എന്നെപ്പോലെ ഞങ്ങളെപ്പോലുള്ളവർ, ഞാൻ എൻ്റെ മനസാക്ഷി പറയുന്നു, അവരുടെ നേതാക്കന്മാരും പറയും ഞങ്ങൾക്കത് മനസ്സിലാകുന്നത്, അതുകൊണ്ടാണ് ഞങ്ങളത് വിശ്വസിക്കുന്നതാണ് അവർ പറയുന്നത്. എന്നെപ്പോലുള്ളവർ പറയും എനിക്ക് വചനത്തിൽ നിന്ന് കിട്ടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നതും വിശ്വസിക്കുന്നതും. കാരണം എൻ്റെ ഭാഗം പറയുന്നത്, ഞാൻ നിൽക്കുന്ന ഡിനോമിനേഷനെ ഓവർ സ്നേഹിക്കുന്നില്ല. കാരണം വചന സത്യത്തിന് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വളരെ കുലങ്കുശമായി നമ്മളെ കഴിയുന്ന പോലെ പഠിച്ചുകൊണ്ടിരിക്കും. നമുക്ക് എങ്ങനെയെങ്കിലും കർത്തൃസന്നിധിയിൽ ചെല്ലുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം. അപ്പം മറ്റുള്ളവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, അവരും അങ്ങനെ തന്നെയായിരിക്കും പഠിക്കുന്നത്. ഞാൻ വേറെ ആളെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. പക്ഷേ എൻ്റെ പഠിത്തത്തിൽ എനിക്ക് തെളിയുന്നതാണ് ഞാൻ പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും. പ്രത്യേകിച്ച് വചനത്തിൽ ഉറപ്പുള്ള ഒരു കാര്യം മാത്രമേ നമ്മൾ പഠിപ്പിക്കത്തുള്ളൂ. തൽക്കാലം ആ സബ്ജക്റ്റ് അവിടെ നിർത്തിക്കൊണ്ട് ഇതിൻ്റെ മെയിൻ ഭാഗത്തേക്ക് വരട്ടെ. 5ാമത്തെ വിഷയമാണ് ടു സീൽ അപ്പ് വിഷൻ ആൻഡ് പ്രൊഫസി, അല്ലെങ്കിൽ ദർശനവും പ്രവചനവും മുദ്രയിടുക. ഇതിനെക്കുറിച്ച് ചിലർ പഠിപ്പിക്കുന്നത് അവർക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെ ആയിരിക്കും. പ്രവചനം, ദർശനം, അന്യഭാഷ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഇവയൊക്കെ നിന്നുപോയി. ഇവയൊക്കെ ആദിമകാലത്തെ അപ്പോസ്തലന്മാരുടെ കാലത്ത് ഇത് ആവശ്യമായിരുന്നു. അന്ന് ഇതൊക്കെ ഉണ്ടായിരുന്നു. പെന്തക്കോസ്ത് നാളിൽ അന്യഭാഷ വന്നു. അത് കഴിഞ്ഞ് കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ അന്യഭാഷയും അന്യഭാഷകളും എന്ന് പറയുന്ന 2 സബ്ജക്റ്റ് ഉണ്ട്. പക്ഷേ അത് ഈ സബ്ജക്റ്റ് എടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ, അതിന്ന് ഈ അന്യഭാഷ പറയുന്ന പെന്തക്കോസ്തുകാർക്ക് പോലും അതിനെക്കുറിച്ച് കൂടുതലായി അറിവില്ല. അന്യഭാഷകൾ എന്താണ്, അന്യഭാഷ എന്താണെന്നുള്ളത് എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, അറിവുണ്ടാകണമെന്നില്ല. ഇവിടെ കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നു എന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 6-ാം വാക്യത്തിൽ വരുമ്പോൾ അന്യഭാഷകളിൽ നിന്നുണ്ട്. 13-ാം വാക്യത്തിൽ അന്യഭാഷയിലുണ്ട്. 18-ാം വാക്യത്തിൽ അന്യഭാഷകളിലുണ്ട്. പിന്നെ 19-ാം വാക്യത്തിൽ അന്യഭാഷയിലുണ്ട്. അതേസമയം 22-ാം വാക്യത്തിൽ അന്യഭാഷകളുണ്ട്. അപ്പോൾ ഈ അന്യഭാഷ എന്താണ്, അന്യഭാഷകൾ എന്താണ് എന്നുള്ളത് പോലും ഈ അന്യഭാഷ പറയുന്ന പെന്തക്കോസ്റ്റൽ ഗോളത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്നവരുണ്ട്. എന്നാൽ അറിയാൻ വയ്യാത്തവരാണ് ഭൂരിപക്ഷവും ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൽക്കാലം ആ സബ്ജക്റ്റ് അവിടെ നിർത്തിക്കൊണ്ട് ഇതിൻ്റെ മെയിൻ ഭാഗത്തേക്ക് വരട്ടെ. ഇത് നിന്നുപോയി എന്ന് പഠിപ്പിക്കുന്നവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട 1-2 പോയിന്റ് ഞാൻ ഇവിടുന്ന് പറയാം. അതിലെ ഒരു പോയിന്റാണ് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്നത്, സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി
അതിൽ നിലനിൽക്കുന്നവനോ കേട്ടു മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. അപ്പൊ ഇവിടെ സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കണം. അതൊക്കെ കറക്റ്റ് വാക്യങ്ങളാണ്. അപ്പൊ തികഞ്ഞ ന്യായപ്രമാണം എന്ന് പറയുന്നത് പുതിയ നിയമ ബൈബിൾ അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ ബൈബിളിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളോട് ചേർന്നതാണല്ലോ പുതിയ നിയമ ബൈബിൾ, അല്ലെങ്കിൽ മൊത്തം നമ്മുടെ ക്രിസ്ത്യൻ ബൈബിൾ. ആ ബൈബിളില് പൗലോസിന്റെയും പത്രോസിന്റെയും ഒക്കെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ യോഹന്നാന്റെ ഒക്കെ കാലഘട്ടത്തിൽ ഈ ബൈബിൾ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടില്ലല്ലോ. അവരെഴുതിയ ലേഖനങ്ങളല്ലേ, അതൊക്കെ കൈയെഴുത്ത് പ്രതികളായിരുന്നു. പിന്നെ ദൈവം അവർക്ക് ആത്മാവിൽ വിവേചിച്ചു കൊടുത്തതും അവരെഴുതേണ്ടിയതുമായ കാര്യങ്ങളാണ് അവരെഴുതി വെച്ചത്. 397 കർത്തേജിൽ കൂടിയ സുന്നകദോസാണ് പുതിയ നിയമത്തെ ആദ്യമായിട്ട് അംഗീകരിക്കുന്നത്. അതിനു മുൻപ് തൗറാത്ത് അല്ലെങ്കിൽ പഴയ നിയമമായിരുന്നു ഉണ്ടായിരുന്നത്, പ്രിന്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ചുരുളുകളൊക്കെ എഴുതിയത്. AD 373 അസ്താനുസോസ് വെളിപ്പാട് പുസ്തകം ചേർത്ത് പൂർണ്ണ രൂപത്തിലാക്കി. എന്നാൽ അത് അംഗീകരിക്കപ്പെടുന്നത് AD 397 കർത്തേജിൽ കൂടിയ സുന്നകദോസാണ്. പിന്നെ ഇങ്ങോട്ട് പല ഭാഷകളിൽ പ്രിന്റ് ചെയ്യപ്പെട്ടു. റോമൻ കാത്തോലിക്സിന്റെ ബൈബിളിൽ അപ്പോക്രിഫ ബുക്കുകൾ കൂടി ചേർക്കപ്പെട്ടു. അതോടുകൂടി ബൈബിള് പൂർണ്ണമായി എന്നാണ് റോമൻ കാത്തോലിക്സ് പറയുന്നത്. എന്നാൽ പ്രൊട്ടസ്റ്റന്റ് വിഭാഗം അപ്പോക്രിഫ ബുക്കുകളെ അംഗീകരിക്കുന്നില്ല. കാരണം ഇവിടെ ചേർത്ത ബുക്കുകളൊക്കെ മതി, അല്ലെങ്കിൽ ഈ ദുരുപദേശം കൂടി വരും, അതുകൊണ്ട് ചേർക്കണ്ട എന്നുള്ളത് വെച്ച് പരിശുദ്ധാത്മാവിന്റെ ഹിതത്താൽ ഇത് മതി എന്നവർ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചതാണ് ഞാൻ ഈ പറഞ്ഞ ഡേറ്റുകളൊക്കെ. അപ്പൊ ഒരു വിഭാഗം, 1, 2, 4 വിഭാഗം അവർ വിശ്വസിക്കുന്നത്, കുരിന്ത്യലേഖനം 13-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ അവിടെ വായിക്കുന്നത്, അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു, പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. 11-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു. ഒരു കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ അതുപോലെ സംസാരിക്കുന്നത്. അത്ര ക്ലാരിറ്റിയിലല്ലല്ലോ കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നത്. ശിശുവിനെ പോലെ ചിന്തിച്ചു. ശിശുക്കളൊക്കെ നമ്മൾ പ്രായമുള്ളവർ ചിന്തിക്കുന്ന പോലെ അല്ലല്ലോ ചിന്തിക്കുന്നത്. അവർ തീ കണ്ടാലേ പിടിക്കാൻ ചെല്ലും, അങ്ങനെയൊക്കെയല്ലേ കുഞ്ഞുങ്ങൾ. ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷം ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നതിൻ്റെ കാര്യം ഇതാണ്, എനിക്ക് ആദ്യകാലങ്ങളിൽ അത്രയും അറിവില്ലായിരുന്നു, അപ്പോൾ ഞാൻ അതുപോലെയൊക്കെയാണ് ചിന്തിച്ചത്. എന്നാൽ ഞാൻ മെച്യൂറായി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനിൽ വന്നപ്പോൾ ഞാൻ കുറച്ചുകൂടെ കാര്യമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി എന്നൊക്കെയാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ സമർത്ഥിക്കുന്നത്. 12-ാം വാക്യം എന്നിട്ട് അവിടെ പറയുന്നു, ഇപ്പോൾ നാം, കാരണം കൊരിന്ത്യ സഭയ്ക്കും അവിടെയുള്ള വിശ്വാസികളെ ഉൾപ്പെടുത്തി, അല്ലെ പുതിയ നിയമസഭയുടെ എല്ലാം പ്രതിനിധിയായിട്ട് തന്നെയാണ് പൗലോസ് അപ്പോസ്തലനോട് പറയുന്നത്. ഇപ്പോൾ നാം എന്ന പദം വിശ്വാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. കണ്ണാടിയിൽ കളമൊഴിയായി കാണുന്നു. അപ്പോൾ ഓർക്കണം, അന്ന് ബൈബിൾ കൂട്ടിച്ചേർക്ക കിട്ടിയിട്ടില്ല ഈ കൊരിന്ത്യ ലേഖനം എഴുതുമ്പോൾ. കൊരിന്ത്യ ലേഖനം ഏകദേശം AD 49 എഴുതിയെന്നും രണ്ടാമത്തെ ലേഖനം ഏതാണ്ട് AD 55 എഴുതിയെന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള വിശ്വാസികളെ കുറിച്ച് ഉൾപ്പെടുത്തിയാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖം കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ഇവിടെ പരിശുദ്ധാത്മാവ് വളരെ ക്ലാരിറ്റിയിൽ പറയുന്നൊരു കാര്യമാണ്. 12-ാം വാക്യത്തിൽ, ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ അറിയും. ഇവിടെ ആദ്യത്തെ പദം വന്നേക്കുന്നത് നാം കണ്ണാടിയിൽ കളമൊഴിയായി കാണുന്നു. അവിടെ ഈ നാം എന്ന് പറയുന്നതിൽ സഭ മൊത്തമുണ്ട്. അതിന് തൊട്ടു താഴെ അടുത്ത പദം വരുന്നത് ഇപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലനാണ് ഈ ലേഖനം എഴുതിയത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. അപ്പോൾ ഈ ചില ഗ്രൂപ്പ് വാദിക്കുന്നു, അവരുടെ പഠനത്തിൽ അവർക്ക് അതാ തെളിഞ്ഞിട്ടുള്ളത്. അവരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകുമെന്ന് ഇവർ പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണമെന്ന് ഉദ്ദേശിക്കുന്നതും, അല്ലെങ്കിൽ ഏതാണ്ട് AD 400 കാലഘട്ടത്തിൽ അംഗീകരിക്കപ്പെട്ടതും കൂട്ടിച്ചേർക്കുമായ പൂർണ്ണമായ രൂപമുള്ള ബൈബിൾ വന്നു കഴിഞ്ഞപ്പോൾ പിന്നിവിടെ പ്രവചനം വേണ്ട, അന്യഭാഷ വേണ്ട, ദർശനം വേണ്ട. കാരണം ഇത് പൂർണ്ണമായി വന്നു കഴിഞ്ഞാൽ അതുവരെ മതിയായിരുന്നിത്. പക്ഷെങ്കിൽ
ഇവിടെ ക്ലാരിറ്റിയിൽ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഈ 12-ാം വാക്യത്തിൽ ഇപ്പോൾ ഞാൻ, പൗലോസപ്പോസ്തലൻ പറയും, ഞാൻ അംശമായി അറിയുന്നു. അപ്പോഴോ, എപ്പോൾ? പൂർണ്ണമായത് വരുമ്പോൾ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ഞാൻ എന്തറിഞ്ഞോ പരിശുദ്ധാത്മാവിനാൽ അതുപോലെ ക്ലാരിറ്റിയിൽ നമ്മൾ അറിയും. അപ്പോൾ ഇത് ക്ലാരിറ്റിയിൽ ക്ലിയർ ആയിട്ട് പൗലോസപ്പോസ്തലൻ പറയുകയാണ്, ഈ പൂർണ്ണമായത് വരുമ്പോൾ ഞാൻ അറിയപ്പെട്ടതുപോലെ അറിയും. AD 400-ലാണ് ബൈബിൾ ചേർക്കപ്പെട്ടത് എങ്കിൽ അന്ന് പൗലോസപ്പോസ്തലൻ ജീവിച്ചിരിപ്പുണ്ടോ? പൂർണ്ണമായത് വരുമ്പോൾ ഞാൻ അറിയപ്പെട്ടതുപോലെ അറിയാൻ. AD 67-ൽ ഓസ്റ്റിൻ റോഡിലെ ത്രിമണ്ഡപത്തിനടുത്ത് വെച്ച് പൗലോസിനെ ഗളച്ഛേദം ചെയ്തില്ലേ? പൗലോസപ്പോസ്തലന്റെ പ്രസ്താവന ഈ പൂർണ്ണമായത് വന്നപ്പോൾ ഞാൻ അറിയപ്പെട്ടതുപോലെ അറിയുമെന്ന് പറയണമെങ്കിൽ AD 400 വരെയോ 450 വരെയോ പൗലോസപ്പോസ്തലൻ ജീവിച്ചിരിക്കണ്ടേ? ഏതായാലും വെളിപ്പാട് പുസ്തകം എഴുതി തന്നെ AD 90-ന് ശേഷമല്ലേ. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു. അപ്പോഴോ, എപ്പോൾ? പൂർണ്ണമായത് വരുമ്പോൾ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആ പൂർണ്ണമായതെന്ന് പൗലോസപ്പോസ്തലൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബൈബിളിന്റെ കൂട്ടിച്ചേർപ്പല്ല, കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവും സഭ കർത്താവിനോട് കൂടിയാകുന്നതുമാണ്. അതാണ് ഇവിടെ 70 ആഴ്ചവട്ടത്തിൽ ഇവിടെ പറയുന്ന ഈ 6 കാര്യങ്ങളും. അതിക്രമത്തെ തടസ്സം ചെയ്യണം. ആരുടെ അതിക്രമത്തെ? യഹൂദനോടുള്ളത്. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. 3-ാം ലോകമഹായുദ്ധം വരെ, അല്ലെങ്കിൽ ആന്റി ക്രൈസ്റ്റ് വന്ന് 2-ാം പദം കഴിഞ്ഞാണ് ഈ 3-ാം ലോകമഹായുദ്ധം, ഹർമഗദോൻ യുദ്ധം. അതുവരെ അതിക്രമം അവർക്കുണ്ട്. പാപത്തെ മുദ്രയിടണം. അതും അവസാനം നടക്കുന്നതാ, അല്ലാതെ AD 300-ലോ 400-ലോ നടക്കുന്നതല്ല. പാപത്തെ മുദ്രയിടുന്നത് സാത്താനെ ബന്ധിക്കുമ്പോഴാണ്. വെളിപ്പാട് ദിവസം 20-ാം അധ്യായം 1000 ആണ്ടേക്ക് സാത്താനെ ബന്ധിച്ചെങ്കിലേ എന്തെങ്കിലും ഇവിടെ പാപത്തിന്റെ കുറവ് വരൂ. ഇനി 3-ാമത്തേത് അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യുക. ആരുടെ അകൃത്യം? അതും ആന്റി ക്രൈസ്റ്റിന്റെ 2nd പദത്തിൽ ആന്റി ക്രൈസ്റ്റ് പ്രതിമ വെച്ച് കഴിയുമ്പോഴാണ് യഹൂദന്മാർക്ക് മനസ്സിലാകുന്ന, അയ്യോ ഞങ്ങൾ അബദ്ധത്തിലായി പോയല്ലോ, വന്ന മശികയെ ഞങ്ങൾ തള്ളിക്കളഞ്ഞു കൊന്നല്ലോ. അവർ കുത്തിയവങ്കിലേക്ക് നോക്കും. സക്രിയാപദത്തിൽ പറയുന്ന കുത്തിയവങ്കിലേക്ക് അവർ നോക്കും. ഒരു രാജ്യം ഒരു ദിവസം കൊണ്ട്, ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? അന്ന് അവർ മൊത്തം വിശ്വാസത്തിലേക്ക് വരുവുള്ളവർ. പിന്നെ നിത്യനീതി നടക്കണം. ഇപ്പൊ ഇവിടെ നീതിയുണ്ടോ? ഇപ്പം 2026 ഇവിടെ നീതിയുണ്ടോ? ആ നീതി എന്നാ വരുന്നത്? യേശുക്രിസ്തുവിന്റെ രാജ്യഭരണം വരണം, പിശാചിനെ ബന്ധിക്കണം, പിന്നെ നിത്യയുഗം വരണം, അപ്പോഴേ ഈ നീതി വരത്തുള്ളൂ. പിന്നെ 5-ാമത്തേതാണ് ദർശനവും പ്രവചനവും മുദ്രയിടുക. അതും ഈ കാലത്തിലൊന്നുമല്ല നടക്കുന്നത്. അത് നടക്കുന്നത്, ഇനി അതിനെക്കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 21-ാം അധ്യായത്തിലെ പീലിപ്പോസിന്റെ പ്രവചിക്കുന്ന പുത്രിമാരുണ്ടായിരുന്നു. ഇനി അഗബോസ് എന്ന് പറഞ്ഞ പ്രവാചകൻ 21-10 അപ്പോസ്തലപ്രവൃത്തിയിൽ കാണാം. ഇതെല്ലാം കഴിയട്ടെ. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ 2 സാക്ഷികൾ വരുമെന്ന് പറയുന്നുണ്ടല്ലോ. വെളിപ്പാട് പുസ്തകം 11-3 അവർ 1230 ദിവസം പ്രവചിക്കുമെന്നും പറയുന്നുണ്ടല്ലോ. യേശുക്രിസ്തു വന്ന് സഭയെടുക്കപ്പെടും. അത് കഴിഞ്ഞാണ് ആന്റി ക്രൈസ്റ്റ് വരുന്നത്, അല്ലെ 2 വ്യക്തികൾ വരുന്നത്, അവരുടെ പ്രവചനം. അപ്പോൾ അന്നേരവും ഈ പ്രവചനം ഇവിടെ ഉണ്ടല്ലോ. ഇനി AD 90-ൽ യോഹന്നാൻ ദർശനം കാണുകയല്ലേ പത്മോസിൽ വെച്ച്. അപ്പൊ ഈ കാലഘട്ടത്തിലെല്ലാം പ്രവചനമുണ്ട്. ആന്റി ക്രൈസ്റ്റ് വരുമ്പോഴിവിടെ പ്രവചനമുണ്ട്. ആന്റി ക്രൈസ്റ്റിന്റെ കാലത്ത് ഇവിടെ പ്രവചിക്കുന്ന സാക്ഷികൾ വരുന്നു. അപ്പോൾ പൗലോസപ്പോസ്തലന്റെ ക്ലിയർ പ്രസ്താവനയാണ്, ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ അറിയും. എപ്പോഴോ? പൂർണ്ണമായത് വരുമ്പോൾ. പൂർണ്ണമായത് ഒന്നുകൂടെ പറയുന്നു, AD 400-ൽ വന്ന ബൈബിൾ ആണെങ്കിൽ അന്ന് പൗലോസ് ജീവിച്ചിരിപ്പില്ലല്ലോ. അപ്പോഴോ ഞാൻ അറിയപ്പെട്ട പോലെ അറിയും. എപ്പോഴോ? ഇവിടെയാണ് യോഹന്നാന്റെ ലേഖനം അതിന്റെ 3-2 വാക്യം. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്ന പോലെ തന്നെ കാണുന്നതായതുകൊണ്ട് അവനോട് സദൃശന്മാരാകും. ഇപ്പോൾ നാം കണ്ണാടിയിൽ കളമൊഴിയായി കാണുന്നു, അംശമായി അറിയുന്നു. കാരണം എഴുതി വെച്ചപ്പെട്ട ഒരു ബൈബിളാണ് നമ്മുടെ മുൻപിലുള്ളത്. പക്ഷെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോഴേ നമുക്കിത് ഒറിജിനലായിട്ട് നേരിട്ട് കണ്ണുകൊണ്ട് കാണുന്ന പോലെ കാണാൻ പറ്റുകയുള്ളൂ. അതാണ് പൗലോസപ്പോസ്തലൻ പറയുന്നത്, പൂർണ്ണമായി ഇത് വരുമ്പോഴോ അംശമായി നീങ്ങിപ്പോകും. പിന്നെ നേരിട്ടാണ് കുഞ്ഞാടിനോട് കൂടി നമ്മൾ നടക്കുന്നു, അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ചയിൽ യേശു രാജാവായിരിക്കും, നമ്മൾ ഭുക്കന്മാരായി ന്യായപാലനം ചെയ്യുന്നു.
അപ്പോൾ നേരിട്ടുള്ള ബന്ധമാണ്. അന്നേരം ഈ ബൈബിളോടെ നിയമമൊന്നും വേണ്ട, എഴുതപ്പെട്ട നിയമമൊന്നും അവിടെ വേണ്ട. അത് കർത്താവ് നമ്മളോട് നേരിട്ട് പറയും. അവിടെ അതിൻ്റെ കമ്പ്യൂട്ടറൈസ്ഡ് പരിപാടികളൊക്കെ ഉണ്ട്. ചുരുക്കി പറയട്ടെ, ദർശനവും പ്രവചനവും മുദ്രയിടുന്നത് ഈ പൂർണ്ണമായ ബൈബിള് വന്നപ്പോഴല്ല, പൂർണ്ണമായ കർത്താവ് വന്ന് സഭയെടുക്കപ്പെടുന്നവരെയാണ്. പക്ഷെ അത് കഴിഞ്ഞ് 7 വർഷം ഇവിടെ, അതിനിടയിലും ദർശനവും പ്രവചനങ്ങളും ഒക്കെ ഉണ്ട്. ഇതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യും. ഇവിടെ പരിശുദ്ധം എന്ന പദം വരുന്നുണ്ട്, അതിപരിശുദ്ധം എന്ന പദങ്ങൾ വരുന്നുണ്ട്. ഈ അതിപരിശുദ്ധമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തേജസ്സോ ദൈവമോ ഇറങ്ങി വസിക്കുന്ന സ്ഥലമാണ് അതിപരിശുദ്ധം. പരിശുദ്ധമെന്ന് പറയുമ്പോൾ അതിൻ്റെ നിഴലായ കാര്യങ്ങൾ നടക്കുന്നതാണ്. സമാഗമന കൂടാരത്തിൻ്റെ 1-ാം ഭാഗം 20x10 എന്ന് പറയുന്ന ഭാഗം പരിശുദ്ധ സ്ഥലവും, എന്നാൽ അതിന് പുറകിൽ തിരശ്ശീലയ്ക്കുള്ള ഭാഗം അല്ലെങ്കിൽ 2-ാം തിരശ്ശീലയ്ക്ക് പുറകിലുള്ള ഭാഗം 10x10, അവിടെയാണ് പെട്ടകവും, പെട്ടകത്തിൻ്റെ മേളിൽ കൃപാസനവും, കൃപാസൻ്റെ മുകളിൽ ചിറക് വിടർത്തി നിൽക്കുന്ന കെരൂബിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ തേജസ്സായിട്ട് ഇറങ്ങി വസിക്കുന്നത്. അങ്ങനെയാണ് ഇസ്രായേലിൻ്റെ നടുവിൽ ദൈവം അവരോടുകൂടി ഇറങ്ങി വസിച്ചത്. 1000 ആണ്ട് വാഴ്ചയിൽ ഇവിടെ ഒരു സഹസ്രാബ്ദ ദേവാലയം, ഒരു ആരാധനയും കൂടാര പെരുന്നാളും ഒക്കെ ഉണ്ടെന്നുള്ളത് സഖറിയാ പ്രവചനത്തിൽ നിന്നും മറ്റും നമുക്ക് മനസ്സിലാകുന്നത് കൊണ്ട് സഹസ്രാബ്ദ ദേവാലയത്തെക്കുറിച്ച് എസെക്കിയേൽ പ്രവചനത്തിൻ്റെ അവസാന 40-ാം അധ്യായത്തിലൊക്കെ പറയുന്ന ആ ദേവാലയത്തിൻ്റെ അഭിഷേകം നടക്കണം. അങ്ങനെ 6 കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോഴേ ഈ 70 ആഴ്ചവട്ടത്തിൻ്റെ കണക്ക് തീരത്തുള്ളൂ. ഈ സബ്ജക്റ്റൊക്കെ വളരെ വിവരിക്കേണ്ട സബ്ജക്റ്റ് ആണെങ്കിലും ബാക്കി ഭാഗങ്ങളൊക്കെ വലിയ തർക്കമില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ വലിയ വിവരണത്തിന് പോകുന്നില്ല. സത്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആത്മാർത്ഥമായും ദൈവവചനം പഠിച്ച് പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് ദൈവം അന്യഭാഷ തരുന്നെങ്കിൽ അത് ഏറ്റെടുത്തുകൊണ്ട് പ്രവചനമോ ഭാഷാപരമോ ഒക്കെ തരുന്നത് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് കൃപയിൽ ദൈവത്തെ ആരാധിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ കൈവിടപ്പെട്ടു പോകാൻ ഇടവരരുത്. ഒരു വാക്ക് കൂടെ ഞാനിവിടെ പറയട്ടെ. എന്തുകൊണ്ട് ഇന്ന് പലരും ഇതിനെ ദുഷിക്കുന്നു? അതിന് ചില കാരണങ്ങളുണ്ട്. പെന്തക്കോസ്തുകാരെന്ന് പറയുന്ന അല്ലെങ്കിൽ വേർപെട്ടവരെന്ന് പറയുന്ന ദൈവമക്കളുടെ ഇടയിൽ പലരും പറയുന്ന അന്യഭാഷകളും പലരും പറയുന്ന പ്രവചനങ്ങളും വചനം വെച്ച് നോക്കുമ്പോൾ അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കാണാതെ പഠിച്ചു പറയുന്നവരുണ്ടെന്നും ഇനി ഇത് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ടെന്നും കേട്ടിയാൽ ഒരുപക്ഷെ എൻ്റെ ശ്രോതാക്കൾ ഞെട്ടും. അന്യഭാഷ പഠിപ്പിക്കുന്ന ചില ചെറിയ ഗ്രൂപ്പുകളുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ചിലതും കോപ്പിയടിക്കപ്പെടുന്നതും വായിൽ വരുന്നതങ്ങ് പറയണമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പല ദൈവദാസന്മാരും പറയിപ്പിച്ച ഭാഷകളും ഒക്കെ ഉള്ളത് കൊണ്ട് അത് ദൈവമക്കൾ മനസ്സിലാക്കണം. അത് പഠിക്കേണ്ടവർ പഠിക്കുക. പ്രവചനമുണ്ട്, ദർശനമുണ്ട്, അതെല്ലാം ഉണ്ട്. പക്ഷെ ഇതെല്ലാം പിശാച് തരുന്നതുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നാം വെളിപ്പാട് പുസ്തകം എഫെസോസ് സഭയ്ക്ക് എഴുതുമ്പോൾ നമുക്കറിയാമല്ലോ, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞു വരുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. പാസ്റ്റർ എന്നും പറഞ്ഞും പ്രവാചകൻ എന്നും പറഞ്ഞു വരുന്നവരുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ ദൈവത്തിന്റെ ദൂതരാകത്തില്ല. അത് വിമർശിക്കപ്പെടുന്നുണ്ട്. അത് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതുകൊണ്ടിവിടെ യഥാർത്ഥ ദൈവത്തിന്റെ ഭാഷയും അന്യഭാഷയുണ്ട്, അന്യഭാഷകളുണ്ട്. ഇത് രണ്ടും രണ്ടാണ്. അങ്ങനെയുള്ള കേസുകൾ ഉണ്ട് ഇവിടെ. മനുഷ്യൻ ദൈവവചനം വെച്ച് പഠിച്ച് ഞാൻ ഏത് ആത്മാവിനാണെന്നുള്ള അവര് തന്നെ കണ്ടുപിടിച്ച് അവര് തന്നെ വിവേചിച്ച് പ്രാർത്ഥിച്ച് മുൻപോട്ടെടുക്കേണ്ട തീരുമാനങ്ങളാണ്. എന്റെ പഠനത്തിൽ മനസ്സിലാകുന്നത് അന്യഭാഷ, പ്രവചനം, ദർശനങ്ങള്, ഇവിടെ പറയുന്ന ഈ 6 കാര്യങ്ങൾ നിൽക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവോടുകൂടിയാണ്. അതുവരെ ഇതിൽ ഒരെണ്ണം പോലും മാറത്തില്ല. അതിനുവേണ്ടിയാണ് 70 ആഴ്ചവട്ടം അല്ലെങ്കിൽ 70x7 490 വർഷം. അതിൽ 69 ആഴ്ചവട്ടം കഴിഞ്ഞപ്പോൾ അഭിഷക്തനാകുന്ന ക്രിസ്തു ഛേദിക്കപ്പെട്ടു. ഇസ്രയേലിന് ശൂന്യത വന്നിരിക്കുന്നു, ശൂന്യങ്ങൾ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ദേവാലയം ഒന്നുമില്ല, ശൂന്യതയിലാണ്. ഇനിയും അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചവട്ടമുണ്ട്. ആ ആഴ്ചവട്ടത്തോടു കൂടി മാത്രമേ ദർശനം, പ്രവചനം, അന്യഭാഷ ഇവ നിൽക്കത്തുള്ളൂ. വഞ്ചിക്കപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുക. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. പൂർണ്ണമായത് ബൈബിളാണെന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ അറിയപ്പെട്ടതുപോലെ അറിയും. ബൈബിളാണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ AD 400 ജീവിച്ചിരിപ്പില്ല.
അപ്പോൾ പൗലോസപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ വരവും ആ ആകാശമണ്ഡലത്തിലും അല്ലെങ്കിൽ കർത്താവിനോട് കൂടിയുള്ള വാസം, അത് കഴിഞ്ഞുള്ള 1000 ആണ്ട് വാഴ്ച, ഇതൊക്കെയാണ്. അതാണ് പൂർണ്ണമായിട്ടും ഉള്ളത്. ഞാൻ മനസ്സിലാക്കിക്കൊണ്ടും അത് പ്രസ്താവിച്ചുകൊണ്ടും ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.